ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി അഷ്കർ അലി ചിത്രം സംഭവം അധ്യായം 1. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയുടെ പുത്തൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ആശകളായിരം പ്രകമ്പനം തുടങ്ങിയ സിനിമയുടെ OTT അപ്ഡേറ്റ്സ് ലഭ്യമായിരിക്കണം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആസിഫ് അലിയുടെ അനിയൻ അഷ്കർ അലി നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ. അഷ്കർ അലിക്കൊപ്പം തന്നെ വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരൻ, സെന്തിൽ കൃഷ്ണൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ജിത്തു സതീശൻ മംഗളത്തായിരുന്നു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യ ആഴ്ചകൾ പിന്നിടുമ്പോൾ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രം വൻ വിജയത്തിലോട്ടും നീങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. 70 തിയേറ്ററിൽ നിന്നും 150 തിയേറ്ററിലോട്ട് ചിത്രം രണ്ടാം ആഴ്ചയിലോട്ട് കിടന്നപ്പോൾ തിയേറ്ററുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടാക്കി. കേരള ബോക്സ് ഓഫീസിന് 3.5 കോടി പിന്നിട്ട ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് 3,90,00,000 രൂപയോളം ഇതിനോട് എന്തായാലും സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു ടൈം ലൂപ്പ് ചിത്രം ഇതുവരെ മലയാള സിനിമാ പ്രേമികൾ കണ്ടിട്ടില്ലാത്ത പുത്തൻ ട്വിസ്റ്റുമായിട്ട് എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 2026 മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ചിത്രങ്ങളൊന്നായിരുന്നു പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. ഏപ്രിൽ മാസം 23-ാം തീയതി തിയേറ്ററിൽ എന്ന ചിത്രത്തിന് 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു എന്ന് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. മഹേഷ് നാരായണൻ അണിയിച്ചെടുക്കുന്ന ചിത്രം വൻ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിലെ ഏറ്റവും പുതിയ സോങ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്റ് തൊട്ടപോൻ എന്ന് പറയുന്ന ഒരു സോങ് ആണ്. വലിയൊരു വ്യൂവേഴ്സിനൊന്നും സോങ്ങിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ട് ഇത്രയും വലിയൊരു പടത്തിന് ഇത്രയും ഹൈപ്പ് കുറഞ്ഞു വരുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. എന്തൊക്കെയാണ് ചിത്രം ഒരുപക്ഷെ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നായിരുന്നു ആശകളായിരം എന്ന് പറയുന്ന ജയറാം ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. ജയറാം, കാളിദാസ് ജയറാം തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രജിത്ത് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ആശകളായിരം എന്ന് പറയുന്ന സിനിമ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 12 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഒരു മാസങ്ങൾ പിന്നിട്ടപ്പോൾ OTT അപ്ഡേറ്റ്സുകൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ C5 സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. C5 എന്നാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത് ഇതുവരെ വ്യക്തമാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ വരുന്ന മാർച്ച് മാസം പകുതിക്ക് ശേഷം തന്നെ ഈ ഒരു സിനിമയെ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം 2026 തിയേറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ. ജനുവരി മാസം 30-ാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിൽ സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ, രാജേഷ് മാധവൻ തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ. വിജേഷ് പാണത്തൂരായിരുന്നു ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 കോടിക്ക് അടുത്ത് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ചൊരു ഹോൾഡ് നിലനിർത്തി പോവുകയാണ്. ഇപ്പോഴത്തെ ചിത്രം ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള C5 വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് C5 വഴി ഇന്ന് മുതൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും.